ടേക്ക് എ വോക്ക് വിത്ത് എ ടർട്ടിൽ ആൻഡ് ബിഹോൾഡ് ദ വേൾഡ് ഇൻ പോസ്. ബ്രൂസ് ഫെയിലറിൻ്റെ ഒരു കോട്ടാണ്. ഈ കോട്ടിൽ കൂടെ കടന്നു പോയപ്പോഴാണ് കൺസ്ട്രക്റ്റീവ് പോസ് എന്നൊരു ആശയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നിയത്. എന്താണ് ഈ കൺസ്ട്രക്റ്റീവ് പോസ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജോലിയിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ. കുറേ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ആകുമ്പോൾ നമുക്ക് ബോറടിക്കുമല്ലേ? ആ ബോറടി തോന്നിയാൽ പിന്നെ നമ്മൾ ആ കാര്യം ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആർക്കോ വേണ്ടി, എന്തിനു വേണ്ടി ചെയ്യുന്നു. ചിലർ പറഞ്ഞ് കേൾക്കാറുണ്ട്, ഭയങ്കര ബോറാടി, എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ അങ്ങനെ ഒരു ഫീൽ എപ്പോഴെങ്കിലും ഉണ്ടായാൽ ഈ കൺസ്ട്രക്റ്റീവ് പോസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ബോധപൂർവം എടുക്കുന്ന ഒരു ബ്രേക്കാണ്. മേ ബി ഒരു 2 ദിവസത്തെ ട്രിപ്പാകാം, അതല്ലെങ്കിൽ വെറുതെ ഇരിക്കാം, ഇൻ സോളിറ്റ്യൂഡിലിരിക്കാം, ഒരു മെഡിറ്റേഷൻ ആയിക്കോട്ടെ. എല്ലാത്തിൽ നിന്നും മാറി കുറച്ച് നേരം അല്ലെ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ബോധപൂർവ്വം, നമ്മൾ പറയും സെറ്റ് അസൈഡ് പോളിസി എന്നൊക്കെ പറയും, എല്ലാം മാറ്റി വെച്ചിട്ട് ഒന്ന് നമ്മളെ സ്വയം ചെറിഷ് ചെയ്യുന്ന, നമ്മുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിഷ്ഡ് ഫീലിങ്ങിലേക്ക് വരുന്ന ഒരു ബോധപൂർവമുള്ള പോസാണ് കൺസ്ട്രക്റ്റീവ് പോസ്. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും പിന്നെ നമ്മൾ ആ ജോലിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട്, അത് ഫീൽ ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എൻ്റെയൊക്കെ പേഴ്സണൽ ലൈഫിൽ പലപ്പോഴും ഒത്തിരി ജോലി, ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുന്നു എന്ന് തന്നെ ഇരിക്കാം, നമുക്ക് വീട് വൃത്തിയാക്കണം, കുക്ക് ചെയ്യണം, കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട്. ആ സമയത്ത് വളരെ കുറച്ച് മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ കണ്ണടിച്ച് ഇങ്ങനെ ഫ്ലാറ്റിട്ട് നിലത്ത് കിടക്കും. കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് വന്ന് എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഓർഡർലി ചെയ്യാൻ സാധിക്കാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ ഒരു പോസ് നമ്മൾ പർപ്പസ്ഫുള്ളി എടുക്കുമ്പം നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രണ്ടൽ ലോബാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഫ്രണ്ടൽ ലോബാണ് ഡിസിഷൻ മേക്കിങ്ങിലും പ്രോബ്ലം സോൾവിങ്ങിലും അതുപോലെ ഇമ്പൾസീവ് കൺട്രോളിലൊക്കെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ അവിടെ പ്രോബ്ലം സോൾവായി, ഡിസിഷൻ പ്രോപ്പറായി, നമ്മൾ നന്നായിട്ട് ആക്ട് ചെയ്യും. അപ്പം പ്രകൃതിയിലേക്ക് തന്നെ നോക്കിയാൽ ഈ ബട്ടർഫ്ലൈ ചിത്രശലഭങ്ങൾ പറന്ന് നടക്കുന്നത് കാണാം. പെട്ടെന്നാണ് അത് ഒരു പൂവിലേക്ക് പോയി കുറേ നേരം ഇരിക്കുന്നത്. അതൊരു പോസാണ്, കൺസ്ട്രക്റ്റീവ് പോസാണ്. അത് കഴിഞ്ഞ് ആ മധു ശേഖരിച്ച് അത് പറന്നു വരുന്നത് വളരെ എനർജറ്റിക് ആയിട്ടാണ്. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ കൺസ്ട്രക്റ്റീവ് പോസ്. പക്ഷെ നമ്മളിത് അറിയുന്നില്ല. കണ്ടിന്യൂ ചെയ്ത് ബോറടിച്ച് ജീവിതം വിരസമാക്കിക്കൊണ്ട് പോകുന്നു. എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു മടുപ്പ് തോന്നുന്നുണ്ടോ? ജീവിതം മതിയായി അല്ലെങ്കിൽ ബോറായി എന്ന് തോന്നുന്നുണ്ടോ? പർപ്പസ്ഫുള്ളി ഈ കൺസ്ട്രക്റ്റീവ് പോസ് ഒന്ന് എടുത്ത് നോക്കൂ. ജീവിതം മനോഹരമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവർക്കും ഇത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.